വരികയാണ്. ഓരോ തവണ ഞാൻ കണ്ണു ചിമ്പുമ്പോഴും ആ രൂപം എനിക്ക് അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അതെൻ്റെ സീറ്റിന് തൊട്ടു പിന്നിലെ സീറ്റിലെത്തി. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ പതുക്കെ മുഖം തിരിച്ചു. കറുത്ത പുതുപ്പിനുള്ളിൽ നിന്നൊരു മുഖം പുറത്തേക്ക് വന്നു. മനുഷ്യൻ്റേതെന്ന് പറയാൻ പറ്റാത്ത വിധം വികൃതമായ മുഖം. കരിഞ്ഞ തൊലി, വായയുടെ വശങ്ങൾ കീറി ചെവി വരെ എത്തിയിരിക്കുന്നു. അയാൾ എന്നെ നോക്കി ചിരിച്ചു. ആ ചിരിയൊരു മനുഷ്യൻ്റേതല്ലായിരുന്നു, ഒരു ഭീകരമായ ചിരി. ആ രൂപം തൻ്റെ നീളമുള്ള വിരലുകൾ കൊണ്ടെൻ്റെ തോളിൽ തൊടാനാഞ്ഞു. ഭയം കൊണ്ടെൻ്റെ നിയന്ത്രണം തെറ്റി. സ്റ്റിയറിംഗിൽ എൻ്റെ പിടി അയഞ്ഞു. ബസ് റോഡിൽ നിന്ന് തെന്നിമാറി റോഡരികിലെ വലിയൊരു മരത്തിലേക്ക് ഇടിച്ചു കയറി. പിറ്റേന്ന് രാവിലെയാണ് നാട്ടുകാരെൻ്റെ തകർന്ന ബസ്സിൽ നിന്ന് പുറത്തെടുത്തത്. സുകുമാരന് ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ബോധം തെളിഞ്ഞപ്പോൾ ഞാൻ കണ്ടത് വെള്ളവസ്ത്രം ധരിച്ച നഴ്സുമാരെയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ അപ്പോഴും ബസ്സിലെ ആ ചിരിയായിരുന്നു. പെട്ടെന്ന് ഹോസ്പിറ്റൽ മുറിയുടെ മൂലയിൽ ആ കറുത്ത പുതപ്പ് കണ്ടതായി എനിക്ക് തോന്നി. ആ രൂപം അവിടെ നിൽക്കുന്നു. അതെന്നെ നോക്കി വീണ്ടും ആ വായ കീറി ചിരിക്കുന്നു. ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്ന് അലറി വിളിച്ചു. ഡോക്ടർമാരും ബന്ധുക്കളും ഓടി വന്നു. അവരെന്നെ പിടിച്ചു കെട്ടിയിട്ടു. എൻ്റെ കണ്ണുകളിൽ ആ രൂപം വ്യക്തമായിരുന്നു. പക്ഷെ മറ്റാർക്കും അത് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.